ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് മാക്രോ എക്കണോമിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്, ഡെവലപ്ഡ് ബൈ എ ഫ്രഞ്ച് എക്കണോമിസ്റ്റ് കോൾഡ് ജെ ബി സെ എന്ന് പറയുന്ന ഫ്രഞ്ച് എക്കണോമിസ്റ്റ് ജീൻ ബാപ്റ്റിസ്റ്റ് സെ. അയാൾ കൊണ്ടുവന്നൊരു തിയറിയാണ് സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്. വേണമെങ്കിൽ അതൊരു മാക്രോ എക്കണോമിക്സിൻ്റെ ബേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രം ദിസ് ഓർ ക്രിട്ടിസൈസിങ് ദിസ് സെയ്സ് ലോ ദ ഡിമാൻഡ് തിയറി ഈസ് ക്രിയേറ്റഡ്, ദാറ്റ് ഈസ് എഫക്റ്റീവ് ഡിമാൻഡ് തിയറി ഈസ് ക്രിയേറ്റഡ് ബൈ ജെ.എം. കെയ്ൻസ്. അപ്പോൾ ഇയാൾ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്, ദാറ്റ് ഈസ് സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്. സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് ഇൻ ദ മാർക്കറ്റ്. ഇതാണ് ഈ പുള്ളി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സപ്ലൈ ഓഫ് എവരി കമോഡിറ്റി കംപ്ലീറ്റ്ലി എൻറ്റേർഡ് ടു ദ മാർക്കറ്റ് ആൻഡ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിമാൻഡഡ് ഇൻ ദ മാർക്കറ്റ്. ദാറ്റ് മീൻസ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആർ ഈക്വൽ. സോ സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് അക്കോർഡിംഗ് ടു സെ. ജെ ബി സെ പറയുന്നത് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ്, അതായത് സപ്ലൈ ഓഫ് കൺസ്യൂമർ ഗുഡ്സ്, ലാർജ് നമ്പർ ഓഫ് കൺസ്യൂമർ ഗുഡ്സ് എൻറ്റേർഡ് ടു മാർക്കറ്റ്, ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിമാൻഡഡ് ബൈ കൺസ്യൂമേഴ്സ്. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് സപ്ലൈ ഓഫ് കൺസ്യൂമർ ഗുഡ് മാർക്കറ്റ് വരുന്നു, അതവിടെ വരുന്ന കൺസ്യൂമേഴ്സ് കംപ്ലീറ്റ്ലി പർച്ചേസ് ചെയ്യുന്നു. സോ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഈക്വൽ അക്കോർഡിംഗ് ടു ജെ ബി സെ. അപ്പോൾ ജെ ബി സെ പറയുന്ന അയാളുടെ പേരിൽ അറിയപ്പെടുന്ന ആ ലോ, അതായത് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്, ഡെവലപ്ഡ് ബൈ ജെ ബി സെ ത്രൂ ഹിസ് ഫേമസ് വർക്ക് ട്രീറ്റ് ഡി എക്കണോമിക് പൊളിറ്റിക്. അതൊരു ഫ്രഞ്ച് വാക്കാണ്, ട്രീറ്റ് ഡി എക്കണോമിക് പൊളിറ്റിക്. അതിനെ ഇംഗ്ലീഷീകരിക്കുമ്പോൾ എ ട്രീറ്റീസ് ഓൺ പൊളിറ്റിക്കൽ എക്കോണമി. നിങ്ങൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ആ പുസ്തകത്തിലൂടെയാണ് അയാൾ പറഞ്ഞത് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്, ദാറ്റ് മീൻസ് സപ്ലൈ ഓഫ് എവരി കൺസ്യൂമർ കമോഡിറ്റി ദാറ്റ് ഈസ് എൻറ്റേർഡ് ടു ദ മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഡിമാൻഡഡ്. എന്നാൽ കെയ്ൻസ് പറഞ്ഞത് തെറ്റാണ്. പിന്നീട് കെയ്ൻസ് ക്രിട്ടിസൈസ്ഡ് സെയ്സ് ഓഫ് ലോ ഓഫ് മാർക്കറ്റ് ആൻഡ് ഇൻട്രൊഡ്യൂസ് ദാറ്റ് നോട്ട് സപ്ലൈ ബട്ട് ഡിമാൻഡ് ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ സപ്ലൈ എന്നും പറഞ്ഞുകൊണ്ട് കെയ്ൻസ് വന്നു. അത് കെയ്നീഷ്യൻ റവല്യൂഷൻ അല്ലെ കെയ്നീഷ്യൻ ഇറ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. അതവിടെ കിടക്കട്ടെ, അത് നമുക്ക് പിന്നീടുള്ളതാണ്. തന്നല്ല, ഞാനത് പിന്നെ ലിക്വിഡിറ്റി പ്രിഫറൻസ് രാത്രിയിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ശരി, മാക്രോ എക്കണോമിക് തിയറിയുടെ ഒരു ബേസാണ് സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്. മനസ്സിലായല്ലോ? സെയ്സ് ലോ ഓഫ് മാർക്കറ്റ് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്, ദാറ്റ് മീൻസ് സപ്ലൈ ഓഫ് എവരി കമോഡിറ്റി ഓർ കൺസ്യൂമർ ഗുഡ്സ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിമാൻഡഡ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ എത്രത്തോളം നമ്മൾ കൺസ്യൂമർ കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് മാർക്കറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ കൺസംഷൻ കമോഡിറ്റി കംപ്ലീറ്റ്ലി ഡിമാൻഡഡ് ബൈ കൺസ്യൂമേഴ്സ്. ഇതാണ് ഇവിടെ തിയറി പറയുന്നത്. സോ ദർ ഈസ് നോ ചാൻസ് ഫോർ ഓവർ പ്രൊഡക്ഷൻ ഓർ അൺഎംപ്ലോയ്മെൻറ്റ്. അതാണ് ഇയാൾ പറയുന്നത്. ദർ ഈസ് നോ ചാൻസ്, കാരണം സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആർ ഈക്വൽ. പിന്നെ എന്തിന് ഓവർ പ്രൊഡക്ഷൻ? ദർ ഈസ് നോ ചാൻസ് ഫോർ ഓവർ പ്രൊഡക്ഷൻ ഓർ ഗ്ലട്ട്, GLUT. അതായത് യാതൊരു കാരണവശാലും അത്തരം എക്കോണമിയിൽ ഓവർ പ്രൊഡക്ഷൻ ഇല്ല. നോ ചാൻസ് ഫോർ അൺഎംപ്ലോയ്മെൻറ്റും ഇല്ല, കാരണം സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. എത്രയേ ഉള്ളതിൻ്റെ കാരണം. എന്തുകൊണ്ട് അൺഎംപ്ലോയ്മെൻ്റ് ഇല്ല, അല്ലെ എന്തുകൊണ്ട് ഓവർ പ്രൊഡക്ഷൻ ഇല്ല? ബിക്കോസ് ഇത്രയേ ഉള്ളൂ കാരണം. അന്നെന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് പോപ്പുലേഷനേ ഉള്ളൂ, അവർക്ക് ലിമിറ്റഡ് ഡിമാൻഡേ ഉള്ളൂ. ഇന്നത്തെ പോലല്ല. ഇന്ന് നമുക്ക് ഇന്ത്യയിൽ തന്നെ 140 കോടിയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറൻറ്റ് ഡിമാൻഡ്സ്, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ടെക്നോളജി, മോഡേൺ ഗുഡ്സും ഒക്കെ വരുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ഡിമാൻഡ് റേസ് ചെയ്യും. പക്ഷേ അന്നതില്ല. ഒരു മിനിമം ഡിമാൻഡ്, മിനിമം സപ്ലൈ. അതുകൊണ്ട് ദർ ഈസ് നോ ചാൻസ് ഫോർ അൺഎംപ്ലോയ്മെൻറ്റ് ഓർ ഓവർ പ്രൊഡക്ഷനോ അൺഎംപ്ലോയ്മെൻറ്റോ ഒന്നുമില്ല. ദാറ്റ് മീൻസ് സപ്ലൈ ഈസ് ഈക്വൽ ടു ഡിമാൻഡ്. അങ്ങനെ സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആകുന്ന ആ മാർക്കറ്റിനെയാണ് നമ്മൾ സെയ്സ് ലോ ഓഫ് മാർക്കറ്റ് എന്ന് പറയുക. അവിടെ പ്രൊഡക്ഷൻ ക്രിയേറ്റ്സ് മാർക്കറ്റ് എന്ന് പറയുക, ഗുഡ്സ് ഫോർ മാർക്കറ്റ്. അതായത് പ്രൊഡക്ഷനിലൂടെ മാർക്കറ്റ് ഫോർ ഗുഡ്സ്. ആൻഡ് ദിസ് മാർക്കറ്റിംഗ് റേസസ് ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻകം സച്ച് ആസ് വേജ്, ലാൻഡിൻ്റെ പിന്നെ റെമ്യൂണറേഷനാണ് റെൻറ്റ്, പിന്നെ വേജ് എന്ന് പറയുന്നത് വർക്കറിൻ്റെ അല്ലെങ്കിൽ ലേബറിൻ്റെ റെമ്യൂണറേഷനാണ്, ഇൻട്രസ്റ്റ് റേറ്റ് ക്യാപിറ്റലിൻ്റേതാണ്, അതുപോലെ പ്രോഫിറ്റ് എൻ്റർപ്രനറിൻ്റെയാണ്. അപ്പോൾ ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻകം ഈസ് ജനറേറ്റഡ് ഇൻ ദ മാർക്കറ്റ്. അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻകം അത് ഇപ്പോഴത്തെ പോലെ തന്നെയുള്ളൂ. ദാറ്റ് ഈസ് റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എക്സെട്ര. ദാറ്റ് ഈസ് ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻകം. Raising such kinds of income that is sufficient for purchasing adequate consumer goods in the market. അതാണ് പറയുന്നത്. അതായത് അവിടെ പ്രൊഡക്ഷൻ ക്രിയേറ്റ്സ് മാർക്കറ്റ്സ് ഫോർ ഡിഫറൻറ്റ് കമോഡിറ്റീസ്. ഒരുപാട് കമോഡിറ്റികൾ ആ മാർക്കറ്റിലേക്ക് വരുന്നു. ദിസ് ക്രിയേറ്റ്സ് ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻകം. പലതരത്തിലുള്ള ഇൻകം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഇൻകം റൈസസ് ഡിമാൻഡ് ഇൻ ദ മാർക്കറ്റ്. ആ ഇൻകം ഡിമാൻഡിനെ റൈസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് മോർ പർച്ചേസിംഗ് പവർ. സോ ദ ജനറേറ്റഡ് ഇൻകം ഇൻ ദ മാർക്കറ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു പർച്ചേസ് കൺസ്യൂമർ ഗുഡ്സ്.
ഉണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് കിട്ടുന്ന ഇൻകം ഇന്നത്തെ പോലല്ല, ഒരു ഒരു മിനിമം ഇൻകം മാത്രമേ, അത് മതി അവർക്ക്. ആ മിനിമം ഇൻകം കൊണ്ട് അവർക്ക് ആഡിക്വേറ്റ് പർച്ചേസിങ് നടത്താം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ GNP ഈസ് ഈക്വൽ ടു GNE. എന്താണ് GNP എന്ന് പറഞ്ഞാൽ? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ മാർക്കറ്റിനെയാണ് നമ്മൾ GNP എന്ന് പറയുന്നത്. ഇനി അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത ഇൻകത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? GNI, ഗ്രോസ് നാഷണൽ ഇൻകം എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ പ്രൊഡക്ഷൻ വന്നു, ഡിഫറൻറ്റ് പ്രോഡക്റ്റുകൾ മാർക്കറ്റ് വന്നു, അതിനെ നമ്മൾ GNP എന്ന് വിളിച്ചു. അതിനെ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്ലെ സെയിൽസ് നടത്തി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഇൻകം കിട്ടി, അപ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിച്ചു? GNI. സോ GNI ആൻഡ് GNP ആർ ഈക്വൽ. അതാണ് ആ മാർക്കറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ് വരുന്നു, അതപ്പോൾ തന്നെ ഡിമാൻഡ് ചെയ്യപ്പെടുന്നു. ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻകം ഇവിടെ ഉണ്ട്, ആ ഇൻകം സഫിഷ്യൻറ്റ് ഫോർ പർച്ചേസിങ് ഡിഫറൻറ്റ് കമ്മോഡിറ്റീസ് ഇൻ ദ മാർക്കറ്റ്. സോ അക്കോർഡിംഗ് ടു JBC, GNP is equal to GNI. This is explained through his famous theory, that is famous portion, that is circular flow of income. അതുകൂടെ ഇതിൻ്റെ കൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. He explained circular flow of income. What is circular flow of income? That is, production creates income, income creates spending, and spending calls forth production. That is circular flow of income. ഒരു എക്കോണമിയിൽ ആദ്യം പ്രൊഡക്ഷനാണ് ഉണ്ടാകുന്നത്. പ്രൊഡക്ഷനിൽ നിന്ന് നമ്മൾ ഇൻകം റേസ് ചെയ്യും, ഇൻകത്തെ നമ്മൾ സ്പെൻഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും. സ്പെൻഡിങ് അത് വീണ്ടും പ്രൊഡക്ഷനിലേക്ക് വരും. കണ്ടോ, ഈ ഒരു പ്രോസസ്സിനെയാണ് അയാൾ എന്ത് വിളിക്കുന്നത്? സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. അത് ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്തിരുന്നോണം. ഈയുടെ ഒരു പോയിൻ്റ് കൂടാണ്, നമുക്കത് ഷോർട്ട് നോട്ടായിട്ട് വേറെയും ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ ക്രിയേറ്റ്സ് ഇൻകം ആൻഡ് ഇൻകം ക്രിയേറ്റ്സ് സ്പെൻഡിങ് കോൾസ് ഫോർത്ത് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ വരുമ്പോൾ അവിടുന്ന് ഇൻകം ക്രിയേറ്റ് ചെയ്യും, ആ ഇൻകമാണ് നമ്മൾ സ്പെൻഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്പെൻഡിങ് വേറൊരാളുടെ ഇൻകമാണ്. അപ്പോൾ നമ്മുടെ സ്പെൻഡിങ് മാർക്കറ്റ് ചെല്ലുമ്പോൾ അത് വീണ്ടും പ്രൊഡക്ഷനായിട്ട് മാറും. അങ്ങനെ പ്രൊഡക്ഷൻ ക്രിയേറ്റ്സ് ഇൻകം, ഇൻകം ക്രിയേറ്റ്സ് സ്പെൻഡിങ്, ആൻഡ് സ്പെൻഡിങ് കോൾസ് ഫോർത്ത് പ്രൊഡക്ഷൻ. അതിനെയാണ് നമ്മൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയും. ഇത് ഇയാളുടെ പ്രധാനപ്പെട്ട, അത് ഏതിൻ്റെ ബേസിലാണ് പറഞ്ഞ? GNP is equal to GNI. വേണമെങ്കിൽ അത് ഞാനൊരു ചെറിയ ഡയഗ്രത്തിലൂടെ, ഒരു ഫിഗറിലൂടെ പറഞ്ഞു തരാം. അതായത് ഒരു എക്കോണമിയിൽ ആദ്യകാലമാണ്, ഇതൊരു ക്ലാസിക്കൽ തിയറിയാണ്. ഒരു 1750 മുതൽ 1850 വരെയോളം ഉണ്ടായ ഒരു സംഭവമാണ്, ക്ലാസിക്കൽ തിയറിയാണ്. അപ്പോൾ ഈ ക്ലാസിക്കൽ തിയറിയിൽ അന്ന് ഈ ഗവൺമെൻറ്, അതുപോലെ തന്നെ ഫോറിൻ സെക്ടർ, മോണിറ്ററി സെക്ടറിനൊന്നും വലിയ പ്രാധാന്യമില്ല. ഓൺലി 2 സെക്ടേഴ്സ്. ഏതാ? ഹൗസ് ഹോൾഡ് സെക്ടർ, അതായത് ഇൻഡിവിജ്വൽ സെക്ടർ, ആൻഡ് ബിസിനസ് ഫേംസ്. ഇവിടെ ആദ്യം ഹൗസ് ഹോൾഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ഇവർക്ക് കൊടുക്കുന്നു. ആർക്ക്? നമ്മുടെ ബിസിനസ് ഫേമിന് കൊടുക്കുന്നു. ഇതൊരു ഫ്ലോയാണ്, വേണമെങ്കിൽ അതിനെ നമ്പർ 1 ഫ്ലോ. ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയാണ് നമ്മൾ GNP എന്ന് പറഞ്ഞത്, ഓർത്തോണം. അപ്പോൾ ആ മാർക്കറ്റിൽ ആകെ രണ്ട് ഫാക്ടേഴ്സേ ഉള്ളൂ. അതൊന്ന് ഹൗസ് ഹോൾഡാണ്. ഹൗസ് ഹോൾഡ് സപ്ലൈഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നിങ്ങൾക്കറിയാം, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അതിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അത് ഹൗസ് ഹോൾഡ് ആർക്ക് കൊടുക്കുന്നുണ്ട്? ബിസിനസ് ഫേമിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബിസിനസ് ഫേമിന് കൊടുക്കുന്ന ആ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ അവിടെ GNP എന്ന് ഞാൻ എഴുതിയതല്ല, GNP അല്ല, GNP വേറെയാണ്. അപ്പോൾ ഹൗസ് ഹോൾഡിൽ നിന്ന് ബിസിനസ് ഫേമിലേക്ക് ആദ്യത്തെ ഫ്ലോ പോകുന്നു. അതിനെ നമുക്ക് ഫസ്റ്റ് ഫ്ലോ എന്ന് വേണേൽ പറയാം, ഫസ്റ്റ് ഫ്ലോ. അപ്പോൾ അത് ഏതെല്ലാം രീതിയിലാണ് പോകുന്നത്? അതായിരുന്നു ഞാൻ എഴുതേണ്ടത്. അതായത് ലാൻഡ്, അതുപോലെ ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസർ. ഇവർ നാലും ഹൗസ് ഹോൾഡിൽ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്, BFലേക്ക്, അതായത് ബിസിനസ് ഫേമിലേക്ക് പോകുന്നുണ്ട്. അതിനെ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിളിച്ചു. അങ്ങനെ ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ചെല്ലുമ്പോൾ അതിന് പ്രതിഫലം അവർ നമുക്ക് തരത്തില്ലേ? റെമ്യൂണറേഷൻ. അതായത് BFൽ നിന്ന്, ബിസിനസ് ഫേമിൽ നിന്ന് ഇൻകം, അതായത് നാഷണൽ ഇൻകം. ആ നാഷണൽ ഇൻകം ആർക്ക് കിട്ടുന്നു? ഹൗസ് ഹോൾഡിന് കിട്ടുന്നു. ഇത് രണ്ടാമത്തെ ഫ്ലോ ആണ്, ഓർത്തോണം. നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ ഏതെല്ലാം രീതിയിലുണ്ടെന്ന് മുമ്പേ ഞാൻ പറഞ്ഞു. അത് വേജ് ആകാം, റെൻ്റ് ആകാം, ഇൻട്രസ്റ്റ് ആകാം, പ്രോഫിറ്റ് ആകാം, അതെല്ലാമാണ് ഇവിടെ. അപ്പോൾ സെക്കൻഡ് ഫ്ലോ ആണ്, ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് വരുന്നു, സെക്കൻഡ് ഫ്ലോ. ഇനി തേർഡ് ഫ്ലോ വരുന്നതും ബിസിനസ് ഫേമിൽ നിന്നാണ്. ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദണ്ട ഗുഡ്സ് എന്ന് പറഞ്ഞാൽ മതി, കൺസ്യൂമർ ഗുഡ്സ് ഹൗസ് ഹോൾഡിലേക്ക് വരുന്നു. ഇതിനെയാണ് നമ്മൾ GNP എന്ന് പറയുന്നത്, ടോട്ടൽ നാഷണൽ പ്രോഡക്റ്റ്. അപ്പോൾ BF, അതായത് ബിസിനസ് സെക്ടർ കൺസ്യൂമർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഗുഡ്സിനെ നമ്മൾ GNP, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയും. ആ പ്രോഡക്റ്റ് എങ്ങോട്ടാണ് വരുന്നത്? ഹൗസ് ഹോൾഡിലേക്കാണ് വരുന്നത്. അതിനെ നമ്മൾ
കൺസംഷൻ കമോഡിറ്റി എന്നോ അല്ലെ കൺസംഷൻ ഗുഡ്, അത് CG എന്നാണ് കൺസംഷൻ ഗുഡ്. ഇത് മൂന്നാമത്തെ ഫ്ലോ ആണ്, മൂന്നാമത്തെ ഫ്ലോ. ഇനി ഇതിന് പകരമായിട്ട് ഹൗസ് ഹോൾഡ് ബിസിനസ് ഫേമിന് കൊടുക്കും, അതായത് പേയ്മെൻറ്റ് കൊടുക്കും. ആ പേയ്മെൻറ്റിന് നമുക്ക് കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. കൺസംഷൻ എക്സ്പെൻഡിച്ചർ, അതായത് ഹൗസ് ഹോൾഡ് തേർഡ് ഫ്ലോയിലൂടെ, ഇത് ഫോർത്ത് ഫ്ലോ ആണ്. അപ്പോൾ തേർഡ് ഫ്ലോയിലൂടെ ബിസിനസ് ഫേമിൽ നിന്ന് കൺസ്യൂമർ ഗുഡ്സ് എങ്ങോട്ട് വരും? ഹൗസ് ഹോൾഡിലേക്ക് വരും. പകരം നമ്മൾ കാശ് അങ്ങോട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഹൗസ് ഹോൾഡിൻ്റെ മുമ്പേ ഇരുന്ന ഇൻകം ഉണ്ടല്ലോ, നാഷണൽ ഇൻകം, അത് BFന് കൊടുത്തിട്ട്, അത് ബിസിനസ് ഫേമിന് കൊടുത്തിട്ട് ഈ കൺസ്യൂമർ ഗുഡ്സ് പർച്ചേസ് ചെയ്യും. അപ്പോൾ ആ കൊടുക്കുന്നതിനെ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ. ഇങ്ങനെ 4 ഫ്ലോയാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. അപ്പോൾ 2 ഹൗസ് ഹോൾഡ് ഉണ്ട്, ബിസിനസ് ഫേം ഉണ്ട്. ഫസ്റ്റ് ഫ്ലോ എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡിൽ നിന്ന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ രീതിയിൽ ബിസിനസ് ഫേമിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ബിസിനസ് ഫേം അതിന് പകരമായിട്ട് റെമ്യൂണറേഷൻ, അതിൻ്റെ റിവാർഡ് ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. അതാണ് നാഷണൽ ഇൻകം, സെക്കൻഡ് ഫ്ലോ. അതിൽ റെൻ്റുണ്ട്, അതുപോലെ തന്നെ വേജ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. ഇനിയും ബിസിനസ് ഫേം ആണെങ്കിൽ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കൊണ്ട് ലാർജ് നമ്പർ ഓഫ് കൺസ്യൂമർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ കൺസ്യൂമർ ഗുഡ്സ് അവർ കൊടുക്കുന്ന ആർക്കാണ്? അത് ഹൗസ് ഹോൾഡിന് തന്നെയാണ്. അപ്പോൾ തേർഡ് ഫ്ലോയും ബിസിനസ് ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്കാണെന്ന് ഓർത്തോണം. അപ്പോൾ BF, അതായത് ബിസിനസ് ഫേം കൺസ്യൂമർ ഗുഡ്സ് എവിടേക്ക് കൊടുക്കുന്നു? ഹൗസ് ഹോൾഡിലേക്ക് കൊടുക്കുന്നു. അത് തേർഡ് ഫ്ലോ ആണ് GNP. പകരം നമ്മൾ ഹൗസ് ഹോൾഡുകാർ നേരത്തെ നമ്മുടെ കയ്യിൽ കിട്ടിയ GNI BFന് തന്നെ തിരിച്ചു കൊടുക്കുന്നു. ഏതിൻ്റെ രൂപത്തിൽ? കൺസംഷൻ എക്സ്പെൻഡിച്ചറായിട്ട്. ദാറ്റ് ഈസ് ഫോർത്ത് ഫ്ലോ. ഇങ്ങനെ 4 ഫ്ലോ. അതാണ് സർക്കുലർ ഫ്ലോ. ഇൻകം ക്രിയേറ്റ്സ്, അല്ല പ്രൊഡക്ഷൻ ക്രിയേറ്റ്സ് ഇൻകം. ഇൻകം ക്രിയേറ്റ്സ്, ഇവിടെ നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ നടന്നു, അതായത് കണ്ട് ഇങ്ങോട്ട് കൊടുത്തു. ആ 2 പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ഒന്ന് GNP ആയിട്ട്, ഒന്ന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ രീതിയിൽ. അപ്പോൾ പ്രൊഡക്ഷൻ ക്രിയേറ്റ്സ് ഇൻകം വന്നു. ആ ഇൻകം താണ്ട് സ്പെൻഡ് ചെയ്തു. ആ സ്പെൻഡ് ചെയ്യുമ്പോൾ വീണ്ടും ബിസിനസ് ഫേമിൻ്റെ ആ പണം ചെല്ലും. ഇപ്പോൾ നമുക്ക് ആദ്യം ബിസിനസ് ഫേമിൻ്റെ ഇരുന്ന പണം നമുക്ക് കിട്ടിയതായിരുന്നു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലൂടെ. പക്ഷേ അവസാനം BFൽ നിന്ന് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് അല്ലെ കൺസ്യൂമർ ഗുഡ് വാങ്ങിച്ചപ്പോൾ തിരിച്ച് ആ ഇൻകം അവർക്ക് തന്നെ ചെന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ബിസിനസ് ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിന് ഇൻകം കിട്ടി. പക്ഷേ ആ ഇൻകം തിരിച്ച് പർച്ചേസ് ചെയ്തപ്പോൾ ഹൗസ് ഹോൾഡിലേക്ക് ബിസിനസ് ഫേമിലേക്ക് തന്നെ ചെന്നു. കണ്ടോ? അതൊരു സർക്കുലർ ഫ്ലോ ആണ്. അതാണ് പ്രൊഡക്ഷൻ ക്രിയേറ്റ്സ് ഇൻകം, ഇൻകം ക്രിയേറ്റ്സ് സ്പെൻഡിങ്, ആൻഡ് സ്പെൻഡിങ് കോൾസ് ഫോർ ദ പ്രൊഡക്ഷൻ. ഇതിൻ്റെ കൂടെ അതൊന്ന് ചുമ്മാ ഒന്ന് ഓർത്തിരുന്നോണം. അങ്ങനെ സർക്കുലർ ഫ്ലോയെ പറ്റി അയാൾ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു GNP is equal to GNI. അതുപോലെ തന്നെ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ഓൾസോ ഈക്വൽ. അതുപോലെ തന്നെ അവിടെ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദാറ്റ് മീൻസ് സേവിങ് ഈസ് കംപ്ലീറ്റ്ലി ഓർ ഓട്ടോമാറ്റിക്കലി ബിക്കംസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് സേവിങ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഇൻ ദ മാർക്കറ്റ്. സോ ദർ ഈസ് നോ അൺഎംപ്ലോയ്മെൻറ്റ്, ഓൺലി ഫുൾ എംപ്ലോയ്മെൻറ്റ് there. അപ്പോൾ അവിടെ സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വിലിബ്രിയം, മുമ്പേ പറഞ്ഞു നമ്മൾ സപ്ലൈ ഡിമാൻഡ് ഇക്വിലിബ്രിയം, GNP GNI ഇക്വിലിബ്രിയം, അതുപോലെ സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വിലിബ്രിയം. സേവിങ് ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റഡ്, ദാറ്റ് ക്രിയേറ്റ്സ് മോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ മാർക്കറ്റ്, ഡിമാൻഡ് ഇൻക്രീസസ്, ഇൻകം ഇൻക്രീസസ്. സോ ഇൻസ്റ്റെഡ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ദർ ഈസ് ഓൺലി ഫുൾ എംപ്ലോയ്മെൻറ്റ്. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ് ആ മാർക്കറ്റുള്ളത്. എന്താണ് ഫുൾ എംപ്ലോയ്മെൻറ്റ്? ഫുൾ എംപ്ലോയ്മെൻറ്റ് മീൻസ് ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ് പ്രൊഡ്യൂസിങ് വിത്ത് ദ അവൈലബിൾ ടെക്നോളജി ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ഒരു മാർക്കറ്റിൽ അവരുടെ എന്ത് ടെക്നോളജിയാണോ, സഫീഷ്യൻ്റ് ടെക്നോളജിയിലൂടെ, അവരുടെയിലുള്ള ടെക്നോളജി, ആഡിക്വേറ്റ് ടെക്നോളജിയിലൂടെ ഉള്ള റിസോഴ്സസിനെ കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ എന്താ ഫുൾ എംപ്ലോയ്മെൻറ്റ്? ഫുൾ എംപ്ലോയ്മെൻറ്റ് മീൻസ് ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ് ഇൻ ദ എക്കോണമി വിത്ത് ദ എക്സിസ്റ്റിംഗ് ടെക്നോളജി. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ടെക്നോളജിയും കൊണ്ട് നമുക്ക് കിട്ടാവുന്ന അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ കംപ്ലീറ്റ് കൺസ്യൂമർ ഗുഡാക്കി മാറ്റുകയാണ്. അപ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ അതിനെ ഫുൾ എംപ്ലോയ്മെൻറ്റ്, അതായത് വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, അൺഎംപ്ലോയ്മെൻ്റ് ഇല്ല, ഓവർ പ്രൊഡക്ഷൻ ഇല്ല. അതാണ് അവിടുത്തെ മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് മെയിൻലി ഡിപ്പെൻഡ് ഓൺ ROI, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. നമുക്കറിയാം ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിക്ലൈൻ. ഓർത്തിരുന്നോണം. ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്ക് കൂടിയാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിക്ലൈൻ ചെയ്യും. കാരണം പലിശ നിരക്ക് കൂടുതൽ കൊടുത്തിട്ട് നമ്മൾ ആരും ഇൻവെസ്റ്റ് ചെയ്യത്തില്ല, ലോസ് ആയിരിക്കും, പ്രോഫിറ്റ് അല്ല. നേരെ മറിച്ച് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മീൻസ് ഹയർ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നേരെ മറിച്ച് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. അതാണ് അപ്പോൾ ഒരു ഓപ്പോസിറ്റ് റിലേഷനാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലുള്ള. ഓർത്ത് പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൈസ് ഇൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മീൻസ് ഫോൾ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോൾ ഇൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മീൻസ് റൈസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഓപ്പോസിറ്റ് റിലേഷനാണ്. നേരെ മറിച്ച് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സേവിങ്, എന്നാൽ സേവിങ് ആൻഡ് ഇൻട്രസ്റ്റ് എന്ന്
പറയുന്നത് ഡയറക്റ്റ്. ആസ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസസ്, ഇപ്പോൾ മാർക്കറ്റിൽ ബാങ്കിലൊക്കെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസസ്, സേവിങ് ഓൾസോ ഇൻക്രീസസ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിക്ലൈൻ, സേവിങ് ഡിക്ലൈൻ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേറ്റർ ദാൻ സേവിങ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോൾ എന്ത് കൂടും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടും. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടും. അങ്ങനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിക്ലൈൻ ആൻഡ് സേവിങ് ഇൻക്രീസസ്. ഓർത്തിരുന്നോണം. അപ്പോൾ സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേഷൻഷിപ്പ് അതും ഇക്വിലിബ്രിയത്തിലാണ്. പിന്നെ അക്കോർഡിംഗ് ടു JB's ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം, ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ഹിം എ മിനിമം വേജ് ഈസ് എസെൻഷ്യൽ ഫോർ റൈസിങ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഇന്നത്തെ പോലുള്ള വലിയ ആഡംബര ലക്ഷറി കമോഡിറ്റികളൊന്നുമില്ല, ലക്ഷറി ലൈഫ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? ഒരു മിനിമം വേജ് മതി. ആ മിനിമം വേജ് ഈസ് എസെൻഷ്യൽ ഫോർ പർച്ചേസിങ് കൺസ്യൂമർ ഗുഡ്. എന്താ? അപ്പോൾ അങ്ങനെയുള്ള ഒരു വേജ് റേറ്റിനെ പറ്റിയാണ് അയാൾ പറഞ്ഞത്. ദാറ്റ് ഈസ് ഓർത്തോണം, മിനിമം വേജ് റേസിങ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഇത് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് AC പിഗു പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വേജ് കട്ട് ഈസ് എസെൻഷ്യൽ ഫോർ റേസിങ് എംപ്ലോയ്മെൻറ്റ്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ വേജ് റേറ്റ് എന്തിനാണ് കൊടുക്കുന്നത്? ഒരു മിനിമം വേജ് റേറ്റ് കൊടുത്താൽ പിന്നെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ധാരാളം ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ വേജ് കട്ട് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ്. ഇവിടാണ് എംപ്ലോയ്മെൻറ്റ് ഉള്ളവർക്കെല്ലാം തന്നെ 10,000, 50,000, 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം ശമ്പളമാണ്. ബാക്കി ലക്ഷക്കണക്കിന് ആൾക്കാർ ഒന്നുമില്ല, അതാണ്ട് കിടക്കുന്നു, വരുമാനമില്ല. അപ്പോൾ പിഗു പറയുന്നത് ഈ ഹയർ സാലറീസ് റെഡ്യൂസ് ചെയ്യുക, വേജ് റെഡ്യൂസ് ചെയ്താൽ ആ എക്സസ് ഇൻകം കൊണ്ട് പുതിയ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം അങ്ങ് എന്നുവെച്ചാൽ മതി, ട്രേഡ് യൂണിയനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇതുവല്ല നടക്കുമോ? പണ്ട് പിഗുവിന് അത് പറയായിരുന്നു. അന്ന് ഈ ട്രേഡ് യൂണിയനോ ഇതുപോലുള്ള ഇൻഫ്ലുവൻസോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുകൊണ്ട് അയാളത് പറഞ്ഞു. പിന്നെ നമ്മുടെ വരപ്പോഴേക്കും നമ്മളത് പഠിക്കട്ടേയും വന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ചിന്തിക്കുക പോലും വേണ്ട. അപ്പം അതിനെ പിഗു എഫക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ വേജ് കട്ട് എന്ന് പറഞ്ഞാൽ റേസിങ് എംപ്ലോയ്മെൻറ്റ്. അത് തന്നെയാണ് ആരും പറഞ്ഞത്? ഈ JB സേ പറഞ്ഞത് മിനിമം വേജ് റേസിങ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അതുപോലെ തന്നെ അയാൾ പറയുന്നത് ദർ ഈസ് നോ ചാൻസ് ഫോർ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ദർ ഈസ് ചാൻസ് ഫോർ വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ഓർ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്. എന്നാൽ അൺഎംപ്ലോയ്മെൻറ്റ് പൂർണ്ണമായിട്ടും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദർ ഈസ് ചാൻസ് ഫോർ എന്തിനൊക്കെയുള്ള ചാൻസ് ഉണ്ട്? വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദ വർക്കിംഗ് പോപ്പുലേഷൻ ആർ നോട്ട് വില്ലിംഗ് ടു അക്സെപ്റ്റ് ദ ഗോയിങ് വേജ് റേറ്റ്. വർക്കേഴ്സ് ആർ നോട്ട് വില്ലിംഗ് ടു അക്സെപ്റ്റ് ദ ഗോയിങ് വേജ് റേറ്റ്. ഇപ്പം നിലവിലിരിക്കുന്ന മാർക്കറ്റ് വേജ് റേറ്റ് യാതൊരു കാരണവശാലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് സ്ട്രൈക്കും ലോക്കൗട്ടും ഒക്കെ ഉണ്ടാക്കുന്ന വർക്കേഴ്സിൻ്റെ കാരണം കൊണ്ട് ഉണ്ടാകാവുന്ന അൺഎംപ്ലോയ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പം ഇപ്പോൾ ഗോയിങ് വേജ് റേറ്റ് വർക്കേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ വർക്കേഴ്സ് അക്സെപ്റ്റ് ചെയ്യാതെ സമരങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുമല്ലോ. അത്തരം അൺഎംപ്ലോയ്മെൻറ്റിനെയാണ് അയാൾ വിളിച്ച് വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഒരു ചാൻസ് ഉണ്ട്, ദാറ്റ് ഈസ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്. അവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ദർ ഈസ് നോ ചാൻസ് ഫോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അതുകൊണ്ട് പീപ്പിൾ ആർ ഓൾവേസ് അക്സെപ്റ്റിംഗ് എനി കൈൻഡ് ഓഫ് വേജസ്, ദാറ്റ് ഈസ് മാർക്കറ്റ് വേജ് ഓർ ബിലോ മാർക്കറ്റ് വേജ്. ഇനി വേറൊരു ചാൻസ് നമ്മൾ പറഞ്ഞ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്. ജനങ്ങൾക്ക് ജോലിയില്ല, അവരേത് തരത്തിലുള്ള വേജ് റേറ്റ് കിട്ടിയാലും അക്സെപ്റ്റ്, 2 കൈ നീട്ടി സ്വീകരിക്കും. അതായത് ഇപ്പം നിലവിലുള്ള വേജ് ഞങ്ങൾ റെഡി, ഇനി അതിനേക്കാൾ കുറച്ചുകൂടെ കുറച്ചേ തരത്തുള്ളൂ, ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞാൽ എന്താ? ജോബ് ചാൻസ് അവിടെ ഇല്ല, ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് ഏത് വർക്കേഴ്സും അത് അക്സെപ്റ്റ് ചെയ്യുക. വേജ് അക്സെപ്റ്റ് ചെയ്യുന്നതിനെ ഫ്രിക്ഷണൽ എന്നും വേജിനെ റിജക്റ്റ് ചെയ്യുന്നതിനെ വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്നൊക്കെ പറയും. പക്ഷേ ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ട്രേഡ് യൂണിയൻ. ഞാൻ പറഞ്ഞില്ല, ട്രേഡ് യൂണിയൻ, ഗവൺമെൻറ് പോളിസിയൊക്കെയാണ്. ഇതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അതും സംഭവിക്കത്തില്ലെന്നാണ് സേ പറയുന്നത്. പിന്നെ ദർ ആർ ഓൾസോ സർട്ടൻ ഇംപ്ലിക്കേഷൻസ്, സർട്ടൻ സജഷൻസ് അക്കോർഡിംഗ് ടു JB സേ. പിന്നെ അയാൾ ചില സജഷൻ പറയുന്നുണ്ട്. നമ്മൾ കണ്ടീഷൻ എന്നും അസംഷൻ എന്നൊക്കെ പറയത്തില്ല, എന്ന് പറഞ്ഞാൽ ചില സജഷൻസ് പറയുന്നുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ ഈ തിയറി വർക്ക് ചെയ്യത്തുള്ളൂ. അതില്ല, ഈ തിയറി ഇപ്പോൾ വർക്കും ചെയ്യുന്നില്ല, അത് വേറെ കാര്യം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമുക്കറിയാം, പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്. അവിടെ MC, MR എല്ലാം ഇക്വിലിബ്രിയത്തിൽ, സർവത്ര സാധനവും ഇക്വിലിബ്രിയത്തിലാകുന്നതിനെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയും. അത് വേണം. പിന്നെ ഫുൾ എംപ്ലോയ്മെൻറ്റ് നമ്മളെ പറഞ്ഞു, കംപ്ലീറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആയിരിക്കണം. അതുപോലെ ഫുൾ എംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ കംപ്ലീറ്റ് യൂട്ടിലൈസേഷൻ. ഫുൾ എംപ്ലോയ്മെൻറ്റും രണ്ടും ഏകദേശം ഒരുപോലെ. ഫുൾ എംപ്ലോയ്മെൻറ്റ് മീൻസ് നമുക്ക് പ്രൊവൈഡിങ് മാക്സിമം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു വർക്കേഴ്സ് എന്ന് പറയാം. ഇനി റോ മെറ്റീരിയൽസിനെ ഫുള്ളായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നും പറയാം. പിന്നെ ലേസീസ് ഫെയർ പ്രിൻസിപ്പിൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ലേസീസ് ഫെയർ, നോൺ ഇൻ്റർവെൻഷൻ ബൈ ദ ഗവൺമെൻറ്. അതായത് ക്യാപിറ്റലിസ്റ്റുകളോ വർക്കേഴ്സോ അവരെന്ത് വേണേൽ ചെയ്തോട്ട്, ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് ഇൻ്റർഫിയറൻസ് ഇല്ല.
ഇടപെടാതിരിക്കൽ നയം എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ലേബറിനാണ് ബാർഗൈനിങ് പവറെങ്കിൽ അതങ്ങനെ, ഇനി ക്യാപിറ്റലിലാണെങ്കിൽ അങ്ങനെ. എന്തായാലും ശരി, ഗവൺമെൻറ്റിന് റോളില്ല, അങ്ങനെ ഗവൺമെൻറ്റിന് റോള് വേണ്ട, മിനിമം റോള് മതി. അതാണ് ലേസി ഫെയറിലൂടെ അയാൾ പറയുന്നത്. പിന്നെ അതുപോലെ മണി ഈസ് ഓൺലി കൺസിഡർ ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. മണി എന്ന് പറയുന്ന ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ചാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ അയാൾ പറയുന്നുണ്ട് ദ തിയറി ഈസ് ഓൾസോ റിലേറ്റഡ് ടു ബാർട്ടർ എക്കോണമി. അതുകൂടെ വേണമെങ്കിൽ ഒരു പോയിൻ്റായിട്ട് ഓർത്തിരിക്കാം. ബാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ചേഞ്ച് ഗുഡ്സ് ഫോർ ഗുഡ്സ് ആണ്. സാധനം കൊടുക്കുക, സാധനം വാങ്ങിക്കുക. അപ്പോൾ GNP കൊടുക്കുന്നു, GNP കിട്ടുന്നു. അതിനെയാണ് ബാർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ഒരു പോയിൻ്റ് കൂടെ പറയാം. ദ തിയറി ഈസ് റിലേറ്റഡ് ടു ദ ബാർട്ടർ സിസ്റ്റം വെയർ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആർ ഈക്വൽ, ഗുഡ്സ് ഫോർ ഗുഡ്സ്. അപ്പോൾ ഗുഡ്സ് എക്സ്ചേഞ്ച് ഫോർ ഗുഡ്സ്, അങ്ങനെയുള്ള ഒരു ബാർട്ടർ എക്കോണമിയെ കൂടെ ഇയാൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നെ സേവിങ് അക്കോർഡിംഗ് ടു ഹിം ഈസ് എ വിർച്യു. ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു സേവിങ് ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റഡ്. ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ്സ് എ മാർക്കറ്റ് ഫോർ ഗുഡ്സ് ദാറ്റ് റൈസസ് ഇൻകം, ഡിമാൻഡ്, പർച്ചേസിങ് പവർ എക്സെട്ര. ഈ സജഷനോടെ ഇയാൾ പറയുന്നുണ്ട്. ഇത്രയും കാര്യം, മെയിൻ പോയിൻറ്റ്സ് ഇത്രയേ ഉള്ളൂ. സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്, നോ ഓവർ പ്രൊഡക്ഷൻ അൺഎംപ്ലോയ്മെൻറ്റ്, അതുപോലെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, ഡിമാൻഡ് സപ്ലൈ ഇക്വിലിബ്രിയം, പ്രൊഡക്ഷൻ ക്രിയേറ്റ്സ് മാർക്കറ്റ്, അതുപോലെ GNP GNI ഇക്വിലിബ്രിയം, എസ് ആൻഡ് ഐ ഇക്വിലിബ്രിയം, ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം. അതുപോലെ തന്നെ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ലേബർ മാർക്കറ്റിൽ മിനിമം വേജ് റേറ്റും മാക്സിമം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയുമാണ്. പിന്നെ അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്, ദാറ്റ് ഈസ് പിന്നെ വിൽ നോട്ട് അക്സെപ്റ്റിംഗ് ദ ഗോയിങ് വേജ് റേറ്റ്, എന്നാൽ അക്സെപ്റ്റിംഗ് വേജ് റേറ്റിനെ ഫ്രിക്ഷണലും, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെയ്സ് ലോ ഓഫ് മാർക്കറ്റിൽ JB സേ പറയുന്നത്. പക്ഷേ ഇതൊക്കെ തന്നെ കംപ്ലീറ്റ്ലി ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് കെയ്ൻസ് പറയുന്നു, സേ നിങ്ങൾ പറയുന്ന പോലെ പിന്നെ സപ്ലൈ അല്ല മാർക്കറ്റിൽ ഡിമാൻഡിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, തിരിച്ചാണ്. ഡിമാൻഡ് ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ സപ്ലൈ. അതുകൊണ്ട് തന്നെ ഒരു 1936 ഒക്കെ ആയപ്പോൾ, അല്ലെങ്കിൽ 1929 മുതൽ പറയാം. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഗ്രേറ്റ് ഡിപ്രഷൻ 1929, 30, 31, 32, ഏകദേശം 4 വർഷത്തോളം നീണ്ടു നിന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡിപ്രഷൻ. അതിനെ നമ്മൾ 1930s ഡിപ്രഷൻ എന്നാണ് വിളിക്കുന്നത്, 1930കളിലെ ഡിപ്രഷൻ. അതിന് എഗനസ്റ്റായിട്ടാണ് നമ്മുടെ ഡിമാൻഡും കൊണ്ട് പിന്നെ കെയ്ൻസ് വന്നത്. അതോടുകൂടി JB സേയുടെ തിയറി അങ്ങ് പോവുകയും ചെയ്യും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, റിലവൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫർദർ ഡിമാൻഡ് തിയറി ഉൾപ്പെടെയുള്ള എല്ലാ തിയറിയുടെയും ബേസ് സെയ്സ് ലോ ഓഫ് മാർക്കറ്റാണ്. ക്ലിയർ ആയെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് എനിക്കും മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്കും മനസ്സിലായി കാണും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഓക്കെ.